നമസ്കാരം. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തോറ്റു. ഇന്ത്യയാണെങ്കിൽ വിജയിച്ചു നിൽക്കുന്നു. എന്തും വില കൊടുത്ത് വാങ്ങാമെന്ന അമേരിക്കൻ അഹങ്കാരത്തിന്റെ കടക്കൽ വെച്ച കത്തിയാണ് ഇന്ത്യയുടെ ഈ നിലപാട് എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ആർക്കു മുന്നിലും ഒന്നിനു മുന്നിലും ഇന്ത്യ വഴങ്ങില്ലെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 50% തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തി ഇന്ത്യയുടെ സമ്പത്തിനെ അങ്ങ് തകർക്കാമെന്നാണ് അമേരിക്ക കരുതിയിരുന്നത്. അതായത് റഷ്യയെ പിന്തുണയ്ക്കുകയും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുമായിരുന്നു അമേരിക്ക ചെയ്തിരുന്നത്. പക്ഷേ എന്തിന്റെ പേരിലായാലും അമേരിക്ക ഇനി എത്ര ഭീഷണി ഉയർത്തിയാലും ഇന്ത്യ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് നരേന്ദ്രമോദി പ്രസ്താവിച്ചതോടെ കാര്യങ്ങളൊക്കെ ഏകദേശം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പിടികിട്ടി കഴിഞ്ഞു. അതിനുശേഷമാണ് മറ്റൊരു നയതന്ത്ര നീക്കം അദ്ദേഹം നടത്തുന്നത്. അതായത് ഇന്ത്യ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞാൽ ഏഷ്യയിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അത് വിരുദ്ധമാകുമെന്നും മാത്രവുമല്ല ചൈനയെയും റഷ്യയെയും കൂടെ നിർത്തി ഇന്ത്യ മറ്റെന്തിനോ പുറപ്പെടുമെന്നും അമേരിക്ക ഇപ്പം വല്ലാതെ ഭയക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചുവടുമാറ്റം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇരു രാജ്യങ്ങളും ഇറക്കുമതി ചെയ്യുന്ന ചില സാധനങ്ങൾക്ക് വലിയ നികുതി ചുമത്തിയത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബന്ധം വഷളാവാൻ ആരംഭിച്ചതും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പലപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെന്നാണ് ട്രംപ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇത് വ്യാപാരത്തിൽ കൂടുതൽ തർക്കങ്ങൾക്കും കാരണമായി. എന്നാൽ ചർച്ചകൾ വീണ്ടും ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചത് ഒരു നല്ല കാര്യം തന്നെയാണ്, അല്ലേ? ഇത് ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുമെന്നാണ് രണ്ടു കൂട്ടരും ഇന്ന് വിശ്വസിക്കുന്നത്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ്. വലിയൊരു വിപണിയാണ് ഇന്ത്യയിലുള്ളത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വലിയ സാധ്യതയുമുണ്ട്. അതിനാൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് വളർച്ചയുടെ ഒരു ആവശ്യം കൂടിയാണ്. അതുപോലെ ഇന്ത്യക്കാകട്ടെ സൈനികമായി ഒരു വലിയ ശക്തിയായി മാറാനുള്ള താല്പര്യമുണ്ട്. ഇതിനായി അവർക്ക് അമേരിക്കയിൽ നിന്നും സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളും ആവശ്യവുമാണ്. അതിനാൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. വ്യാപാര കരാറുകളിൽ ഇരു രാജ്യങ്ങളും ചില ഇളവുകൾ നൽകേണ്ടി വരും. ഉദാഹരണത്തിന് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങൾക്കും ഇന്ത്യ കൂടുതൽ വിപണി തുറന്നു കൊടുക്കേണ്ടി വരും. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കാൻ അമേരിക്കയും സമ്മതിക്കേണ്ടതുണ്ട്. വ്യാപാര ചർച്ചകൾ വിജയകരമായാൽ ഇരു രാജ്യങ്ങൾക്കും അത് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യക്ക് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും കൂടുതൽ സാങ്കേതിക വിദ്യ നേടാനും ഇതിലൂടെ സാധിച്ചേക്കാം. അമേരിക്കയ്ക്കാകട്ടെ ഇന്ത്യയിലെ വലിയ വിപണി പ്രയോജനപ്പെടുത്താനും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും സാധിക്കും. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്നൊരു നയമാണ് അദ്ദേഹം സ്വീകരിച്ചത് പോലും. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും കമ്പനികൾക്കും മുൻഗണന നൽകുക എന്നതായിരുന്നു. ഇതിന്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതിയും ചുമത്തി. ഇത് ഇന്ത്യയെയും സാരമായി ബാധിച്ചിരുന്നു. ട്രംപിന്റെ ഈ നയങ്ങൾ കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിലാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇന്ത്യയും നികുതി കൂട്ടാൻ തുടങ്ങി. ഇത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായി വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഇതെങ്ങനെ ബാധിച്ചു എന്ന വിഷയത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പലതരത്തിലും ബാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് വ്യാപാര തർക്കങ്ങൾ തന്നെയാണ്. അതായത് അമേരിക്ക പല രാജ്യങ്ങളുമായി വ്യാപാര തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇത് അമേരിക്കൻ കമ്പനികളുടെ ലാഭം കാര്യമായിട്ട് കുറച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ വലിയ നികുതി നൽകേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇനി സംഭവിച്ചത് സാമ്പത്തിക വളർച്ചയിലുണ്ടായ കുറവാണ്. അതായത് വ്യാപാര തർക്കങ്ങൾ കാരണം ലോക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച കാര്യമായിട്ട് കുറഞ്ഞു. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും കാര്യമായിട്ട് ബാധിക്കുകയായിരുന്നു. അടുത്തത് തൊഴിൽ നഷ്ടമാണ്. ചില അമേരിക്കൻ കമ്പനികൾക്ക് വിദേശ വിപണിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് കാരണം അവർക്ക് അമേരിക്കയിൽ തന്നെ തൊഴിലവസരങ്ങൾ കുറയ്ക്കേണ്ടതായി വന്നു. ഉയർന്ന വിലയാണ് മറ്റൊരു പ്രശ്നം. അതായത് വിദേശ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തിയപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾക്ക് അവ കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ടതായി വന്നു. ഇത് അവരുടെ ജീവിത ചെലവും കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചു. ചുരുക്കത്തിൽ ട്രംപിന്റെ നയം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഒറ്റപ്പെടുത്തിയെന്ന് പറയുന്നതായിരിക്കും ശരി. ഇത് അമേരിക്കൻ കമ്പനികൾക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഈ പ്രശ്നങ്ങൾ കാരണം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യയുമായി സഹകരിക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ ലോകരാജ്യങ്ങളിൽ നിന്ന് അകറ്റി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകിയെങ്കിലും മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ ഇത് കാരണമായി എന്നതാണ് നമ്മൾ ഇവിടെ സംസാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്താൻ തുടങ്ങി. ഇത് അമേരിക്കയ്ക്ക് സാമ്പത്തികമായി വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ നയം മാറ്റുമ്പോൾ അമേരിക്ക ലോകരാഷ്ട്രങ്ങളുമായി കൂടുതൽ സഹകരിക്കാൻ തയ്യാറാണെന്നതിന്റെ സൂചന
സൂചനയാണ് നൽകുന്നത്. എന്തായാലും ഈ തീരുമാനം ലോകത്തെ സാമ്പത്തിക രംഗത്ത് എത്തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുമെന്ന വലിയ നല്ല വാർത്ത തന്നെയാണ് അല്ലേ. അമേരിക്കയുടെ നയമാറ്റം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായി ഗുണം ചെയ്യും. കൂടാതെ മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര തർക്കങ്ങൾ കുറയ്ക്കാനും ഇത് കാരണമാകും. ആഗോള സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തുറക്കും എന്നതാണ് മറ്റൊരു കാര്യം. അതായത് അമേരിക്കയുടെ ഈ സമീപനം മറ്റ് രാജ്യങ്ങളുമായും വ്യാപാര കരാറുകളിൽ എത്താൻ അവരെ പ്രേരിപ്പിക്കും. ഇത് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും ഇത് വഴി തുറക്കും. ലോക രാജ്യങ്ങളുടെ ശക്തി വർദ്ധിക്കുമെന്നത് നമ്മളിവിടെ സംസാരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അല്ലേ. മുൻപ് അമേരിക്കൻ താല്പര്യങ്ങൾക്കായിരുന്നു ലോക വ്യാപാരത്തിൽ മുൻഗണന ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള വളർന്നു വരുന്ന രാജ്യങ്ങളെ പരിഗണിക്കാൻ അമേരിക്ക തയ്യാറാകുമ്പോൾ അത് ഈ രാജ്യങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് കൂടുതൽ അധികാരം ലഭിക്കുമെന്നാണ് പറയുന്നത്. ആഗോള വ്യാപാരത്തിൽ സ്ഥിരതയും കൈവരാനുള്ള സാധ്യതയുണ്ട്. അതായത് വ്യാപാര തർക്കങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്ക നയം മാറുമ്പോൾ അത് ആഗോള വ്യാപാരത്തിൽ കൂടുതൽ സ്ഥിരത കൊണ്ടുവരും. ഇത് നിക്ഷേപകർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ്. ചുരുക്കത്തിൽ ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം അവരുടെ നയങ്ങളിലുള്ള ഒരു വലിയ മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മാറ്റം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സഹായിക്കാനും സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിൽ ചേരുന്നതിനെ അമേരിക്ക ഭയത്തോടെ കണ്ടു തുടങ്ങിയതാണോ ട്രംപിന്റെ മനംമാറ്റം സംഭവിക്കാൻ കാരണമായത് എന്ന സംശയം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. ട്രംപ് പെട്ടെന്ന് ഇന്ത്യയോട് അതിയായ സ്നേഹം കാണിക്കാൻ ഇത് കാരണമായി എന്നത് നിസ്സംശയം നമുക്ക് പറയാവുന്നതുമാണ്. അതായത് റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യം വ്യാപകമായ ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ കാരണം അമേരിക്കയും ഈ രാജ്യങ്ങളും തമ്മിൽ അകലം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടിൽ വന്ന മാറ്റം എന്തുകൊണ്ടാണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ചൈനയും റഷ്യയും എക്കാലത്തും അമേരിക്കയുടെ എതിരാളികൾ തന്നെയാണ്. സാമ്പത്തികമായും സൈനികമായും ഈ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുമുണ്ട്. ഇന്ത്യയുമായി ഈ രണ്ട് രാജ്യങ്ങളും അടുക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ വെല്ലുവിളിയായിട്ടാണ് മാറുന്നത്. ഇന്ത്യ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ബ്രിക്സ് സഖ്യം പോലുള്ള കൂട്ടായ്മകളിലെ അംഗങ്ങൾ കൂടിയാണ്. ഇത് ലോക സാമ്പത്തിക രംഗത്ത് ഒരു പുതിയ ശക്തിയായി വളർന്നു വരുന്നു. ഈ മൂന്ന് രാജ്യങ്ങളും സൈനികമായി സഹകരിക്കുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത വിഷയവുമാണ്. അതുകൊണ്ട് ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് വളരെ സ്വാഭാവികവുമാണ്. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി വളർന്നു വരികയാണ് എന്ന കാര്യം അറിയാമല്ലോ. ജനസംഖ്യ, സാമ്പത്തിക വളർച്ച, സൈനിക ശക്തി എന്നിവയിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളെക്കാൾ എത്രയോ മുന്നിലാണ്. അതുകൊണ്ട് ചൈനയും റഷ്യയുമായി ഇന്ത്യക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചാൽ അത് അമേരിക്കയുടെ ലോകശക്തിയെ തന്നെ ബാധിക്കും. ഈ സാഹചര്യത്തിൽ ട്രംപ് ഇന്ത്യയുമായുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു നയപരമായിട്ടുള്ള നീക്കമായിട്ടാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ഇന്ത്യയെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ ചൈനയുടെയും റഷ്യയുടെയും ശക്തി കുറയ്ക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് ലോകത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക ശക്തികളുടെ സന്തുലനാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നിലപാടിൽ വന്ന ഈ മാറ്റം രാജ്യങ്ങളുടെ സഹകരണത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭയം അമേരിക്കയുടെ ഭാവി നയങ്ങളിൽ വലിയ സ്വാധീനം തന്നെ ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ വിഷയവുമായിട്ടുള്ള ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ.